കൊടുക്കാനുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പൂർണ്ണമായ അവഗണനയാണ് സർക്കാർ കാണിച്ചത്. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തകർന്നു തരിപ്പണമായി. സത്യത്തിൽ ആരോഗ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കരുത്. അവർ സ്വയം രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. എല്ലാ ആശുപത്രികളിൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുക. മൊത്തം സംവിധാനങ്ങൾ മുഴുവൻ, ആരോഗ്യ സംവിധാനങ്ങൾ മുഴുവൻ താറുമാറായി കഴിഞ്ഞു. അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ ആരോഗ്യരംഗം പോവുകയാണ്. എന്നിട്ടത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, നൂറുകണക്കിന് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ അത് എല്ലാ ദിവസവും എന്ന രീതിയിൽ ആവർത്തിക്കപ്പെടുകയാണ്. വളരെ മോശമായിട്ടാണ് രോഗികളോട് പെരുമാറുന്നത്. അത് ഡോക്ടർ ഹാരിസ് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ഡോക്ടർ ഹാരിസിനെ ഭീഷണിപ്പെടുത്താനും ഒതുക്കാനുമാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രമിച്ചത്. അതിന്റെ എല്ലാം പരിണത ഫലമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെക്കുറിച്ച് പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം കോടതി ഇപ്പോൾ കൃത്യമായി അത് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ദ്വാരപാലക ശില്പങ്ങൾ മാത്രമല്ല, കട്ടളപ്പാളിയും ശ്രീകോവിലിലെ വാതിലുകളിൽ ക്ലാഡ് ചെയ്ത സ്വർണം വരെ അടിച്ചു മാറ്റിയെന്നുള്ള ഗുരുതരമായ ആശങ്കയാണ് ഇപ്പോൾ ഹൈക്കോടതി പ്രകടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്താരാഷ്ട്ര വിഗ്രഹ കടകത്തിന്റെ ഭാഗമാണോ എന്ന് പോലും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശബരിമലയിലെ അമൂല്യമായ എല്ലാ വസ്തുക്കളുടെയും സമീപത്ത് ചെല്ലാനും അതിന്റെ അളവെടുക്കാനും അതിന്റെ കൃത്രിമമായ മോൾഡ് ഉണ്ടാക്കാനും അധികാരം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നു എന്നാണ് കോടതി പറയുന്നത്. വളരെ വ്യക്തമായിട്ടാണ്. ഇറ്റ് ഈസ് ബൈ നൗ ക്ലിയർ ദാറ്റ് Mr. Poti and his associates were granted unrestricted access by complicit officials, enabling them to take precise measurements and fabricate replicas of sacred artifacts. ഈ വസ്തുക്കളുടെ അടുത്തുപോയി പരിശോധിച്ച് മെഷർമെന്റ് എടുത്ത് ഇതിന്റെ വ്യാജ രൂപങ്ങൾ റിപ്ലിക്ക ഉണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടികൾക്ക് വിറ്റോ എന്ന സംശയമാണ് കോടതി പ്രകടിപ്പിച്ചത്. എന്താ ശബരിമലയില് അവ നടന്നത്? സച്ച് റിപ്ലിക്കാസ് crafted under the guise of temple work could readily be sold in international markets at astronomical prices, a well-documented modus operandi of art smugglers and conmen worldwide. അന്താരാഷ്ട്ര കുറ്റവാളിയായ സുഭാഷ് കപൂറിന്റെ സമാനമായ കളവാണ് ശബരിമലയിൽ നടന്നത് എന്നാണ് കോടതി പറയുന്നത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കോടതി വിധിയിലൂടെ പുറത്തുവന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത്തരം വസ്തുക്കൾ, അമൂല്യ വസ്തുക്കൾ വിൽക്കുന്ന റാക്കറ്റിന് സമാനമായൊരു റാക്കറ്റ് ശബരിമലയിൽ ഉണ്ടായിരുന്നെന്നും അവർക്ക് ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ അടുത്ത് ആക്സസ് ഉണ്ടായിരുന്നെന്നും അവർക്ക് അവിടുത്തെ മെഷർമെന്റ് എടുത്ത് വ്യാജ മോൾഡ് ഉണ്ടാക്കി, റിപ്ലിക്ക ഉണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടികൾക്ക് വിറ്റഴിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നുള്ള ഗൗരവതരമായ കണ്ടെത്തലാണ് കോടതി നടത്തിയിരിക്കുന്നത്. മുൻ ദേവസ്വം ബോർഡും നിലവിലെ ദേവസ്വം ബോർഡും ഈ അന്താരാഷ്ട്രീയ മാഫിയകളുടെ കണ്ണികളാണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ശബരിമലയിൽ ഇപ്പോഴുള്ള എല്ലാ വസ്തുക്കളും പരിശോധിക്കണം. എല്ലാം അടിച്ചു മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് വെച്ചതാണോ എന്ന് പരിശോധനാ വിധേയമാക്കണം. ഇനി ശബരിമലയിലെ മുൻ പ്രസിഡന്റ് വാസു പ്രതിയാകുന്നതോടുകൂടി മുഖ്യമന്ത്രിയും CPM-ഉം ഇതിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. മുഖ്യമന്ത്രിക്കും സർക്കാരിനും വേണ്ടി ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും നടത്തിയത് വാസു ആയിരുന്നു. ആ വാസു തന്നെ ഇപ്പോൾ പ്രതിപട്ടികയിലുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന സമയത്താണ് ഇതെല്ലാം നടത്തിയത്. കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങിയ ആൾ ഉടൻ തന്നെ പ്രസിഡന്റായി തിരിച്ചു വരികയാണ്, പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ട് തിരിച്ചു വരികയാണ്. അപ്പൊ കമ്മീഷണർ ആയിരുന്നപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റൊരു വിവരം പുറത്തു വന്നത് 2019 തിരുവാഭരണം കമ്മീഷണറായിരുന്ന RG രാധാകൃഷ്ണൻ വ്യക്തമായ മുന്നറിയിപ്പ് ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കൊടുത്ത കത്തിന്റെ വിശദാംശങ്ങൾ, അതായത് HRI ആക്ട് സെക്ഷൻ 35 അനുസരിച്ച് ബോർഡ് രൂപപ്പെടുത്തുകയും ദേവസ്വം മാനുവൽ വാല്യം 1 ചാപ്റ്റർ 11 പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള
തിരുവാഭരണം, ഭരണിപാത്രം സംരക്ഷണ നിയമങ്ങളൊന്നും തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പിന്തുടരുന്നില്ല എന്ന് കണ്ടെത്തിയെന്നാണ്. വലിയ കണ്ടെത്തലാണ് നടന്നിരിക്കുന്നത്. ഇതെല്ലാം ദേവസ്വം ബോർഡിന് കിട്ടിയിട്ടും വളരെ വിശദമായ കത്താണ് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ കൊടുത്തത്. എന്നിട്ടും യാതൊരു തരത്തിലും അത് പരിശോധിക്കാൻ തയ്യാറായില്ല. നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ബോർഡിന്റെയും ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കോടതി വെളിപ്പെടുത്തുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ടും കോടതി വിധി പോലും കാറ്റിൽ പറത്തി അയാൾക്ക് തന്നെ ശില്പങ്ങൾ സ്വർണം പൂശാൻ നൽകിയത് കോടതി വിധിയുടെ ലംഘനമാണ്. എന്നിട്ട് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മെമ്പർമാരെ ഇപ്പോഴും സംരക്ഷിക്കുക. കഴിഞ്ഞ ദിവസം അവർ തീരുമാനിച്ചത് അവരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ കള്ളത്തരങ്ങളും ശബരിമലയിൽ നടന്ന ഈ കൊള്ള മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടും ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത അതിന് ഇടനിലക്കാരനായി നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വീണ്ടും ഇതെല്ലാം ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി പറയാ. ആ കുറ്റകൃത്യം ചെയ്ത ആരാ? ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും. അതിന് കൊടപിടിച്ചു കൊടുത്ത ആരാ? ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവൻ. അപ്പൊ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് എന്താ? ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ചവിട്ടി പുറത്താക്കണം എന്നാ പറഞ്ഞത്. അത് കറക്റ്റല്ലേ? ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ്, വളരെ ഗൗരവത്തോടുകൂടിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ സീക്രട്ട് റിപ്പോർട്ടിന് കിട്ടിയതിന്റെ മീതെ കോടതി നടത്തിയിരിക്കുന്ന ഈ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രതികരണം എത്ര ഗൗരവതരമാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ നടക്കുന്നതിന് സമാനമായ കുറ്റകൃത്യം ശബരിമലയിൽ ഇവരുടെ കാലത്ത് നടന്നുവെന്ന് വ്യാജനുണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. എന്നിട്ടും ഈ കുറ്റവാളികളെ മുഴുവൻ ഈ ഗവൺമെന്റും രാഷ്ട്രീയ നേതൃത്വവും സംരക്ഷിക്കുന്നത്. ഗവൺമെന്റിലുള്ളവരും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള CPMന്റെ നേതൃത്വത്തിലുള്ളവരും പ്രതികളാകും, കുടുങ്ങും എന്നുള്ള ഭയം കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കാനുള്ള നിലപാടാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അപകടകരമായ നിലയിലേക്ക് ഇത് പോവുകയാണ്. ഞങ്ങൾ അതിശക്തമായ പ്രക്ഷോഭണം, ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭണം കൂടുതൽ ശക്തിയാക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്.